നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് AMC SFNCക്ക് രണ്ടാമത്തെ അലോട്ട്മെന്റ് ആണ്. അപ്പോൾ ഏറ്റവും വേഗത്തിലാണ് AMC SFNC അത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷൻ അലോട്ട്മെന്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ അലോട്ട്മെന്റും ഇപ്പോൾ ഓൾറെഡി പബ്ലിഷ് ചെയ്തിരിക്കുകയാണല്ലോ. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ അലോട്ട്മെന്റിൽ നിന്നും വ്യത്യസ്തമാണ് രണ്ടാമത്തെ അലോട്ട്മെന്റ്. ഇവിടെ ഏകദേശം 200ഓളം പുതുതായിട്ട് വരുന്ന കുട്ടികൾക്കാണ് അഡ്മിഷൻസ് ഇപ്പോൾ അലോട്ട്മെന്റ് ആയിട്ട് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ഏകദേശം 6-ാം തീയതിക്കുള്ളിൽ തന്നെ 25,000 രൂപ ടോക്കൺ ഫീ അടച്ച് നമ്മൾ അഡ്മിഷൻ കൺഫേം ചെയ്യേണ്ട ഒരു ഘട്ടമാണ് വരിക. കഴിഞ്ഞ ഇതിലാണെന്നുണ്ടെന്നുണ്ടെങ്കിലും നിരവധി കുട്ടികൾ, അതും താഴെ അലോട്ട്മെന്റുകൾ ഉള്ള കുട്ടികൾ പോലും പലരും കൺഫേം ചെയ്യാത്തതിനാൽ അവർക്ക് അലോട്ട്മെന്റുകൾ നഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അഡ്മിഷനുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമുള്ള കുട്ടികൾ തീർച്ചയായിട്ടും നിങ്ങൾ കൺഫേം ചെയ്യേണ്ടതായിട്ടുണ്ട്. 25,000 രൂപ ടോക്കൺ ഫീ അടച്ച് തന്നെ നിങ്ങൾ കൺഫേം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ LBSലെ മാർക്കിനേക്കാളും അല്ലെങ്കിൽ റാങ്കുകൾ വെച്ച് നോക്കുമ്പോൾ ക്രിസ്ത്യൻ മാനേജ്മെന്റ് അല്ലെങ്കിൽ PNC മാക്ക് പോലെയുള്ള മാനേജ്മെന്റ് അസോസിയേഷനുകളിൽ അഡ്മിഷൻസ് കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടെ മികച്ച കോളേജുകളിൽ അഡ്മിഷൻ കൂട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം ഇംഗ്ലീഷിന്റെ മാർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങളുടെ റാങ്കുകൾ വേരി ചെയ്തിരിക്കുക. ചില കുട്ടികൾക്ക് LBSൽ ഉയർന്ന റാങ്ക് ആയിരിക്കാം, പക്ഷേ ഇംഗ്ലീഷിൽ മാർക്ക് കുറവായതുകൊണ്ട് തന്നെ ഈ ക്രിസ്ത്യൻ അല്ലെങ്കിൽ മാനേജ്മെന്റ് അസോസിയേഷനിൽ മാർക്കുകൾ കുറവായിട്ടും റിഫ്ലക്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ റാങ്കുകളുടെ അടിസ്ഥാനത്തിൽ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അഡ്മിഷൻസുമായിട്ട് മുന്നോട്ട് പോവുക. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് 6-ാം തീയതിക്കുള്ളിൽ തന്നെ, ഈ മാസം 6-ാം തീയതിക്കുള്ളിൽ തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഫീസ് കംപ്ലീറ്റ് ചെയ്ത് എത്ര വേഗം കൺഫർമേഷൻസ് നൽകണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, കാരണം കഴിഞ്ഞ വർഷങ്ങളിലേക്ക് വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഒരു പക്ഷേങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എങ്കിലും ഇപ്പം പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് 8-ാം തീയതി മുതൽ, അതായത് ആഗസ്റ്റ് മാസം 8-ാം തീയതി മുതൽ 12-ാം തീയതി വരെയാണ് കോളേജ് റിപ്പോർട്ടിംഗ് ടൈമായിട്ട് നൽകിയിരിക്കുക. അപ്പോൾ കോളേജ് റിപ്പോർട്ടിംഗ് ടൈമിന്റെ അകത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് നമ്മൾ ഫിസിക്കൽ ജോയിനിങ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പോൾ 25,000 രൂപ അഡ്മിഷൻ അലോട്ട്മെന്റ് കിട്ടിയിരിക്കുന്ന കുട്ടികൾ 25,000 രൂപ ഫീ പേയ്മെന്റ് അടച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെന്റ് മെമ്മോ ആ ഒരു സമയത്ത് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ കാര്യങ്ങളെല്ലാമായിട്ട് നിങ്ങൾ കോളേജിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു സമയമാണ് കോളേജ് ജോയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിസിക്കൽ ജോയിനിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ നമ്മളിവിടെ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് SSLC, +2 മാർക്ക് ലിസ്റ്റുകൾ, അതുപോലെ തന്നെ കണ്ടക്ട് സർട്ടിഫിക്കറ്റ്, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, TC, അതുപോലെ തന്നെ നിങ്ങൾ ക്രിസ്ത്യൻ മൈനോറിറ്റിയിലാണെന്നുണ്ടെങ്കിൽ അതിന് മൈനോറിറ്റി സർട്ടിഫിക്കറ്റ്, അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഈ സമയത്താണ് നമ്മൾ നൽകേണ്ടതായിട്ട് വരിക. അപ്പോൾ ഈ ഒരു ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങൾ റെഡിയാക്കി വെക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് കൂടാതെ തന്നെ ഫസ്റ്റ് ഇയറിൽ വരുന്ന ബാക്കിയുള്ള ഫീസ്, അതായത് 25,000 രൂപ നിങ്ങൾ ഓൾറെഡി അടച്ചതിനാൽ അത് കിഴിച്ച് ബാക്കിയുള്ള എമൗണ്ടുകളും നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ കരുതി വെക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഫീസ് അടയ്ക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ അഡ്മിഷൻസ് ക്യാൻസൽ ആയി പോകും എന്നുള്ളൊരു കാര്യം കൂടെ ഇവരുടെ നോട്ടിഫിക്കേഷൻ്റെ അകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫീസ്, അതായത് ഫസ്റ്റ് ഇയറിലെ ഫീസ് എന്ന് പറയുമ്പോൾ പല കോളേജുകാരും ഒരു പക്ഷേങ്കിൽ ട്യൂഷൻ ഫീയും ബാക്കിയുള്ള സ്പെഷ്യൽ ഫീ മാത്രമായിരിക്കും കളക്ട് ചെയ്യുന്നത്. ചില കോളേജുകൾ ഒരു പക്ഷേങ്കിൽ ഹോസ്റ്റൽ ഫീസും കൂടെ ഉൾപ്പെടുത്തിയായിരിക്കും കളക്ട് ചെയ്യാൻ സാധ്യതയുണ്ടാവുക. ഇപ്പോൾ ഹോസ്റ്റൽ ഫീസ് ഇല്ലാതെ തന്നെ ഏകദേശം 1,25,000 രൂപയെങ്കിലും മിനിമം മിക്കവാറും വരുന്ന കോളേജുകൾ ഫസ്റ്റ് ഇയറിൽ ആകുന്നുണ്ട്. ഇപ്പൊ 25,000 രൂപ അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എന്തായാലും 1,00,000 മുകളിൽ ഫീസ് നിങ്ങൾ കയ്യിൽ കരുതേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഈ ഒരു സമയത്ത് നിങ്ങൾ അലോട്ട്മെന്റ് വഴി അഡ്മിഷനോട് മുന്നോട്ട് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പേയ്മെന്റും കൂടെ കരുതുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളും ഫീസും ഒക്കെ റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷന്റെ നോട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, അഥവാ നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് റീഫണ്ട് ചെയ്ത് കൊടുക്കും. അതായത് ഈ പറയുന്ന അഡ്മിഷൻ ഫീസ് ഒക്കെ ആണെങ്കിലും റീഫണ്ട് ചെയ്ത് കൊടുക്കും എന്നുള്ള ഒരു കാര്യം കൂടെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് LBSലാണെങ്കിലും വെയിറ്റ് ചെയ്ത്, അഥവാ നിങ്ങൾ മികച്ച ഒരു ഗവൺമെന്റ് കോളേജോ അല്ലെങ്കിൽ മികച്ച ഒരു കോളേജോ ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് അങ്ങോട്ടേക്കും ട്രാൻസ്ഫർ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ AMC SFNCക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് പോലെ നോക്കുമ്പോഴും ഏകദേശം 50ഓളം വരുന്ന കുട്ടികൾ, 50-ന് മുകളിലായിട്ടുള്ള കുട്ടികൾ 99% ആ റേഞ്ചിലാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഒരു പക്ഷേങ്കിൽ LBSന് അലോട്ട്മെന്റുകൾ വരുമ്പോൾ നിരവധി കുട്ടികൾ ഇതിൽ നിന്ന് പൊഴിഞ്ഞു പോകാനും അങ്ങനെ വീണ്ടും കൂടുതൽ വേക്കൻസികൾ രൂപപ്പെടുവാനുള്ള പോസിബിലിറ്റിയും കാണുന്നുണ്ട്. എന്ത് തന്നെയായാലും നമ്മുടെ LBSന്റെയും അതുപോലെ തന്നെ PNC മാക്കിന്റെയും ഒക്കെ അലോട്ട്മെന്റിന്റെ ബേസിസിൽ മാത്രമായിരിക്കും ഇവിടെ കൂടുതൽ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുക. കാരണം സാധാരണഗതിയിൽ LBSന്റെ
ജോയിനിങ് ടൈം കഴിഞ്ഞതിന് ശേഷമാണ് നിരവധിയായിട്ടുള്ള വേക്കൻസികൾ അല്ലെങ്കിൽ നിരവധിയായിട്ടുള്ള സീറ്റ് ഒഴിവുകൾ ഈ പറഞ്ഞ ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷനിലും അതുപോലെ PNC മാക്കി തുടങ്ങിയുള്ള അസോസിയേഷനിലും ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ബോർഡർ ലൈനിലുള്ള കുട്ടികൾ തീർച്ചയായിട്ടും നിങ്ങൾ പാനിക് ആകേണ്ട ആവശ്യമില്ല. കുറച്ചും കൂടെ സീറ്റ് മുന്നോട്ട് കയറി വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 200 സീറ്റുകളാണ് വന്നിരിക്കുന്നത് രണ്ടാമത്തെ അലോട്ട്മെന്റിൽ. തീർച്ചയായിട്ടും മൂന്നാമത്തെ അലോട്ട്മെന്റുകൾ കഴിയുമ്പോൾ നിരവധി സീറ്റുകൾ വീണ്ടും ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടതായിട്ട് വരിക. എന്ന് വെച്ചുകൊണ്ട് 2500-നും 3000-നും മുകളിലേക്കുള്ള കുട്ടികൾ ഒരു പക്ഷേങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻസ് കിട്ടിയെന്ന് വരികയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വന്നത് അലോട്ട്മെന്റ് ബേസിസിൽ നമ്മൾ ഓരോ അസോസിയേഷന്റെയും LBSന്റെയും അലോട്ട്മെന്റുകൾ കണക്ട് ചെയ്താണ് നടത്തപ്പെടുക. ഉദാഹരണമായിട്ട് ഒരു കുട്ടിയെ ഒരു പക്ഷേങ്കിൽ 100% മാർക്കുള്ള ഒരു കുട്ടി ഈ പറയുന്ന എല്ലാ അസോസിയേഷനും LBSലും എല്ലാം ഉണ്ടായിരിക്കും. അവിടെ വൺസ് ഒരു കോളേജിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്ത് അവിടെ സർട്ടിഫിക്കറ്റുകൾ സബ്മിറ്റ് ചെയ്ത് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും ആ കുട്ടിയെ ഒരു കൺഫർമേഷൻ ആവുകയും അതുപോലെ മറ്റുള്ള ആ കുട്ടിയുടെ പേരിൽ നിലനിൽക്കുന്ന മറ്റുള്ള അസോസിയേഷനിലുള്ള അലോട്ട്മെന്റുകൾ ക്യാൻസൽ ചെയ്യപ്പെടുകയും ചെയ്യുക. അപ്പോൾ അവിടെ ഇവിടെ എല്ലാം തന്നെ വേക്കൻസികൾ രൂപപ്പെടും എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരിക. അതുകൊണ്ട് തന്നെ ഈ മാർക്കിന് അടുത്തുള്ള കുട്ടികൾക്ക് മുന്നോട്ട് വരുന്ന അലോട്ട്മെന്റുകളിലേക്ക് പോസിബിലിറ്റീസ് കൂടുതലായിട്ട് കാണുന്നതാണെന്നും കൂടെ മനസ്സിലാക്കുക. എന്തായാലും ഇതിന്റെ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും നമ്മൾ ഈ ചാനലിൽ കൂടെ അറിയിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.